ഹലോ ഗൈസ്, ഞാനിന്ന് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് എൻ്റെ ഫാനെല്ലാം ഞാൻ കഴിച്ചൊന്ന് തുടക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പം വെയിലും ചൂടുമല്ലല്ലേ, അപ്പോൾ ഞാൻ കഴിച്ച് വെച്ചതിൻ്റെ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് നിങ്ങളെയും കൂടി കാണിക്കാൻ. അപ്പം ഞാനിതെല്ലാം ഒന്ന് തുണി എടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കുന്നതാണ്. എല്ലാം അയച്ച് വെച്ചു നല്ല അടിപൊളിയായിട്ട് തുടക്കുന്നതാണ്. ഇതെനിക്ക് സാധാരണ ഒറ്റക്കൊന്നും ഇടാൻ പറ്റില്ല, ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ പറ്റുമോയെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുന്നതാണിത്. ഇപ്പം ഞാനൊന്ന് നനച്ചിട്ട് തുടക്കുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ആറിയ തുണി എടുത്തിട്ട് വേണം തുടച്ചിട്ട് ക്ലിയറാക്കാൻ. ഇപ്പം നനഞ്ഞ തുണി എടുത്തിട്ട് തുടച്ച് വൃത്തിയാക്കുന്നതാണ് എല്ലാ സ്ഥലവും. കണ്ട, ഇനി നല്ല ആറിയൊരു തുണി എടുത്ത് കൊണ്ടുവന്നിട്ട് തുടക്കണം. ബസ്സെല്ലാം പോകുന്ന ഒച്ചയുണ്ട് ഗൈസ്. ഇപ്പോൾ ഇതാ പാതി ഭാഗം നല്ല ചൂട് വന്നില്ലേ, അപ്പോൾ ഇനി ഫാനെല്ലാം തുടച്ച് വെക്കാണ്ട് ഒരു രക്ഷയില്ല ഗൈസ്. അപ്പോൾ നമ്മളിതെല്ലാം മുൻകരുതലെടുത്ത് എല്ലാം റെഡിയാക്കി വെക്കണം, എന്നാൽ മാത്രമേ ശരിയാവുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നല്ലോണം വൃത്തിയായിട്ടുണ്ട്. ഇത് ചെറിയൊരു തുരുമ്പ് പോലെയുണ്ട്, അത് കുഴപ്പമില്ല, അത് പോവില്ല. അപ്പോൾ പെയിൻ്റൊന്നും അടിക്കുന്ന പരിപാടിയില്ല, എല്ലാം പൊടിയെല്ലാം തുടച്ച് നമ്മൾ വൃത്തിയാക്കി വെക്കുക, അത്രയേ നമ്മളെ കൊണ്ട് പറ്റും. അത് നമ്മൾ റെഡിയാക്കിയിട്ട് ഇവിടെ വെക്കുന്ന. അപ്പോൾ ഇത് കണ്ടീഷനായി. ഇനി ഇത് ആറിയ തുണിയെടുത്ത് ഞാൻ തുറക്കട്ടെ. അങ്ങനെയെല്ലാം തുടച്ചാടെ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഫിറ്റാക്കാം. അടിപൊളിയായിട്ടൊന്നും ആയിട്ടില്ലെങ്കിലും ഒരു വക റെഡി ആയിട്ടുണ്ട് ഗൈസ്. എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയല്ലേ നമ്മളെ കൊണ്ട് സാധിക്കും. അപ്പോൾ ഇനി പൊടി വാറില്ലല്ലോ എന്തായാലും ഫാന് കറങ്ങുമ്പോൾ, അല്ലേ? അതെ, ഇതിൻ്റെ ഉള്ളിലുള്ള പൊടികളെല്ലാം പോയി കിട്ടി, നല്ല അടിപൊളിയായിട്ട് കിട്ടി. അപ്പോൾ ഇതാ കണ്ടല്ലോ, നല്ല അടിപൊളിയായിട്ട് ഞാൻ തുടച്ചിട്ടുണ്ട്. കണ്ടീഷനായില്ലേ ഗൈസ്? ഇതാ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാ? ഇതാ കണ്ട, ഇതിൻ്റെ ഉള്ളിലെല്ലാം അത്രയും എനക്കാവുന്നുള്ളൂ, ഇതിലപ്പുറം ആവുന്നില്ല. നല്ല വൃത്തിയുണ്ട്, മോശമൊന്നുമില്ല, കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി സ്റ്റാൻഡും കൂടി റെഡിയാക്കട്ടെ.
അപ്പോൾ ഇനി ഞാൻ ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞു. ഇതവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതും കൂടി പിടിപ്പിച്ച് കൊടുക്കാം. എല്ലാം വീണോ നോക്കട്ടെ. എല്ലാം വെള്ളത്തിൻ്റെ അകത്ത് വീണോ നോക്കട്ടെ. അപ്പോൾ എല്ലാം വീണു. അപ്പോൾ ഇനി ഞാൻ അതിൻ്റെ സ്ക്രൂ ഉറപ്പിക്കട്ടെ ഗൈസ്. ഇതാണ് ഗൈസ് എൻ്റെ സ്ക്രൂ ഡ്രൈവർ കേട്ടോ. ഇതാണ് എൻ്റെ സ്ക്രൂ ഡ്രൈവർ. അതിനെ കൊണ്ടാണ് ഞാനിത് റെഡിയാക്കുന്നത്. ഇതകത്താണ് തോന്നിയില്ല, കാണുന്നില്ല ശരിക്കും. അതല്ലേ. അപ്പോൾ ഞാനിത് മുറുക്കട്ടെ. ചന്ദ്രകാന്തം കൊണ്ടുവന്നു അതിൽ ചന്ദനപ്പടിയുള്ള കുഞ്ഞായി. അപ്പോൾ ഓക്കെ. അപ്പോൾ ഗൈസ് ഫിറ്റായി. ഓക്കെ. ഇതുമെല്ലാം തുടച്ച് വയറൊക്കെ തുടച്ച് ഞാൻ നല്ല കണ്ടീഷനാക്കിയിട്ടുണ്ട്. കണ്ടല്ലോ, എല്ലാം നല്ല ക്ലിയറായി. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കറക്കിയെടുത്ത് കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. മണ്ണും പൊടിയും എല്ലാം തുടച്ച് വൃത്തിയാക്കി ഞാൻ എൻ്റെ ഫാന് പുതിയ പോലെ ഞാൻ ആക്കി. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എൻ്റെ ഈ ജോലി? എല്ലാവരും ഇതേപോലെ ചെയ്യട്ടാ. എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ ഫാനെല്ലാം പൊടി പിടിച്ച് നിന്നിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. അപ്പോൾ ഓക്കെ, എൻ്റെ ഇന്നത്തെ ഒരു ക്ലീനിങ് വീഡിയോ ആണ്, ഫാൻ ക്ലീനിങ്. അപ്പോൾ ബായ്, അടുത്ത വീഡിയോയുമായിട്ട് വരാം. ഓക്കേ.